പാലക്കാട് അട്ടപ്പാടി കോട്ടത്തറ ജനറൽ ആശുപത്രിയിൽ 1 വയസ്സുള്ള കുട്ടിക്ക് മരുന്ന് മാറി നൽകി. 1 വയസ്സുള്ള കുട്ടിക്ക് നൽകിയത് 72-കാരനുള്ള മരുന്നാണ്. നെല്ലിപ്പതി സ്വദേശി സ്നേഹ അരുൺ ദമ്പതികളുടെ ആൺകുട്ടിക്കാണ് മരുന്ന് മാറി നൽകിയത്. ശ്രീകുമാരൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീത്ത്, എന്താണ് സംഭവിച്ചത്? എന്താണ് ഇതിൽ ആശുപത്രിയുടെ വിശദീകരണം? ഈ കുഞ്ഞിൻ്റെ രക്ഷിതാക്കൾ എന്താണ് പറയുന്നത്? ഈ മരുന്ന് മാറി നൽകിയാൽ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതാണ്. എന്താണ് ഈ മരുന്നിൻ്റെ സ്വഭാവം? ലഭ്യമാകുന്ന വിവരങ്ങൾ എങ്ങനെ ശ്രീ? വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ടി.കെ. ഇക്കാര്യത്തിൽ കഴിഞ്ഞ ദിവസമാണ് ഈ സ്നേഹ അരുൺ ദമ്പതികൾ 1 വയസ്സുള്ള ആൺകുട്ടിക്ക് കനത്ത രീതിയിൽ പനി അനുഭവപ്പെട്ടത്. അങ്ങനെയാണ് കോട്ടത്തറ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത്. ഇടയ്ക്കിടെ ഫിക്സ് വരുമായിരുന്നു. അപ്പോൾ മറ്റാശുപത്രിയിലേക്ക് മാറ്റാമെന്ന് പറഞ്ഞു. കുഴപ്പമില്ല, ഇവിടെ തന്നെ ചികിത്സിക്കാമെന്നാണ് ഡോക്ടേഴ്സ് അറിയിച്ചത്. എന്തായാലും അതിനിടയിൽ ഒരു മരുന്ന് നൽകണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെയാണ് ഫാർമസിയിലേക്ക് ഇവർ പോയത്. അവിടെ വെച്ചാണ് ഈ മരുന്ന് മാറിയതെന്നാണ് ഏറ്റവും ഒടുവിൽ ആരോപണം ഉയർന്നിരിക്കുന്നത്. എന്തായാലും 1 mg മരുന്നിന് പകരം 10 mg ഗുളിക നൽകി എന്ന് പറയപ്പെടുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ കുഞ്ഞ് ബോധരഹിതനാവുകയായിരുന്നു എന്നാണ് ദമ്പതികൾ അറിയിച്ചത്. എന്തായാലും അതിനുശേഷം ഇവർ വീട്ടിലേക്ക് ഡിസ്ചാർജ് ആയി പിന്നീട് വീട്ടിലേക്ക് മടങ്ങി. പനി മാറാത്തതിനെ തുടർന്ന് വീണ്ടും ഈ ആശുപത്രി രേഖകൾ പരിശോധിച്ചപ്പോഴാണ് 72-കാരന്റെ പരിശോധനയുടെ രക്തപരിശോധനയുടെ ഒക്കെ രസീത് അല്ലെങ്കിൽ ആ റിപ്പോർട്ട് അതിൽ കണ്ടത്. അങ്ങനെയാണ് ആ ഒരു പരിശോധന നടത്തിയത്. അപ്പോഴാണ് മാറിപ്പോയതാണെന്ന തീരുമാനം വന്നിരിക്കുന്നത്. എന്തായാലും ആശുപത്രിയിലേക്ക് പോയപ്പോൾ കുട്ടിയുടെ മറ്റേ ബ്ലഡ് റിസൾട്ട് തന്നെ കൊടുത്തു എന്നാണ് പറയുന്നത്. ഗുരുതരമായ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത്. എന്തായാലും ആശുപത്രി ഇക്കാര്യത്തിൽ വിശദീകരണം നൽകിയിട്ടില്ല. പരാതിയുമായി മുന്നോട്ട് പോകുമെന്നാണ് ഈ കുഞ്ഞിന്റെ പിതാവ് അരുൺ അറിയിച്ചിട്ടുള്ളത്. ശരി, ഗുരുതരമായ വീഴ്ചയാണ്, ചികിത്സാ പിഴവാണ് ഉണ്ടായിരിക്കുന്നത്. പാലക്കാട് അട്ടപ്പാടി കോട്ടത്തറ ജനറൽ ആശുപത്രിയിലാണ് 1 വയസ്സുള്ള കുട്ടിക്ക് മരുന്ന് മാറി നൽകിയത്. 72-കാരന് നൽകേണ്ട മരുന്നാണ് ഈ 1 വയസ്സുള്ള കുട്ടിക്ക് നൽകിയത്. ഇതുവരെ ഒരു വിശദീകരണം ആശുപത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. പരാതിയുമായി മുന്നോട്ട് പോകുമെന്നാണ് ഈ കുട്ടിയുടെ കുടുംബം അറിയിക്കുന്നത്. ശ്രീകുമാരൻ പാലക്കാട്ട് നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.